ഇന്ന് റവയും തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ സ്നാക്സ് ആയിട്ടോ ഒക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും പിന്നെ ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞാനിത് അവിടെ കുറച്ച് തേങ്ങയും അതിലേക്ക് ഒരു 3-4 ചുവന്നുള്ളിയും ഒരു 1/4 ടീസ്പൂണോളം നല്ല ജീരകം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചതച്ച് മാറ്റി വെക്കണം. ഇനി ഇത് നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് റവയാണ്. അപ്പോൾ വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതെടുത്താലും കുഴപ്പമില്ല. നമ്മുടെ റവ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 1 കപ്പ് റവക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റവ ആയതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. അപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടിക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 1.25 ടീസ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ടീസ്പൂൺ എടുത്താലും കുഴപ്പമൊന്നുമില്ല. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു ചൂടോട് കൂടെ തന്നെ കുഴച്ചെടുക്കണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ഒരു സ്ട്രെച്ചറിൽ തന്നെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നല്ല പോലെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന രീതിയിൽ പലകയിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ ഒക്കെ ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഞാനിതവിടെ കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷമാണ് അതിന് മുകളിൽ നമ്മുടെ ഈ ഒരു മാവ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ ഓവറായിട്ട് കട്ടിയില്ലാത്ത ആ ഒരു രീതിയിൽ നമുക്കൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു കുപ്പിയുടെ അടപ്പോ അല്ലെങ്കിൽ ഒരു കുക്കി കട്ടറൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ പൊരിച്ച പത്തിരി റെഡിയാക്കി എടുക്കുന്ന സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ റവ വെച്ചിട്ട് പൊരിച്ച പത്തിരിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ റൗണ്ടായിട്ട് ഫുള്ള് ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ ഒന്നും കൂടെ പരത്തിയെടുത്ത് നമുക്ക് വീണ്ടും കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് നമ്മുടെ പലഹാരം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് റവ വെച്ചിട്ട് ഇത്രയും പലഹാരം ഞാനിപ്പോൾ അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നല്ല പോലെ ചൂടായ എണ്ണയിലേക്ക് ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എണ്ണ നല്ല പോലെ ചൂടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത്. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എണ്ണ കുടിക്കാനൊക്കെ ഉള്ളൊരു സാധ്യത ഉണ്ട്. നല്ലപോലെ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതിനെ കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത ആ ഒരു രീതിയിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്നും ഒരേ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മടുത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ തേങ്ങയും അതുപോലെ തന്നെ റവയും വീട്ടിലുണ്ടെങ്കിൽ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് ഞാനിതിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരുപാട് പലഹാരത്തിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മുടെ പലഹാരത്തിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഒട്ടും എണ്ണ കുടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.